വി പി, എനിക്ക് വി പിയോട് സീരിയസ് ആയിട്ട് കുറച്ച് കാര്യം സംസാരിക്കാനുണ്ട്. പാർട്ടീഷന്റെ കാര്യമാണോ? അല്ല, അപ്പുവിനെ കുറിച്ചാ. അപ്പുവിന്റെ എന്ത് കാര്യം? അപ്പുവിന്റെ വിവാഹത്തെക്കുറിച്ചാ. വിവാഹം? അപ്പുനോ? താൻ എന്തൊക്കെയാടോ ഈ പറയുന്നത്? അപ്പുവിന് എങ്ങനെ ഇപ്പൊ ഒരു വിവാഹം? എങ്ങനെയായാലും എപ്പോഴായാലും ഇത് വേണ്ടതല്ലേ വി പി? പറയുമ്പോൾ പൊട്ടിത്തെറിക്കരുത്. അപ്പു ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അപ്പുവിന്റെ പ്രസൻസിൽ ഈ കാര്യം ഡിസ്കസ് ചെയ്യുന്നത് അത്ര നല്ലതാവെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് നമുക്കൊന്ന് പുറത്തു പോവാം. ഇപ്പോഴോ? അതെ, അതിനുവേണ്ടി ഞാൻ നേരത്തെ വന്നത്. ഞാൻ പോയി റെഡിയായിട്ട് വരാം. വി പി റെഡിയാവ്. നമുക്ക് പുറത്തെവിടെയെങ്കിലും വെച്ച് സംസാരിക്കാം. അമ്മ എവിടെ പോന്നു? ഒന്ന് പുറത്തു പോവാ. പുറത്തു പോകുന്നോ? ആ. അപ്പോ അമ്മ ഞാൻ പറഞ്ഞ കാര്യം വി പിയോട് പറഞ്ഞില്ലേ? ഇല്ല, ആ കാര്യം ഡിസ്കസ് ചെയ്യാനാ പോകുന്നത്. എൻ്റെ ഒപ്പം വി പി ഉണ്ട്. ഇവിടെ നിന്റെ പ്രസൻസിൽ അത് വേണ്ടെന്ന് വെച്ചു. പോയിട്ട് വരുമ്പോൾ വി പിയുടെ തീരുമാനം പറയും. തീരുമാനം എന്തായാലും ആതിരയ്ക്ക് കൊടുത്ത വാക്ക് എനിക്ക് പാലിച്ചേ പറ്റൂ. അപ്പോ ആ വാക്ക് പാലിക്കപ്പെടേണ്ടതാണെന്ന് എനിക്കും അറിയാം. ഞാനും അതിനാ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇത്രയും നാൾ നീ ക്ഷമിച്ചില്ലേ? ഇനി കുറച്ച് സമയം കൂടി എനിക്ക് താ. എന്താണ് വിപിയുടെ നിലപാടെന്ന് നോക്കട്ടെ. നമുക്ക് പോയിട്ട് വരാം വി പി. അപ്പോ നീ നേരത്തെ കഴിച്ചോ? ഞങ്ങൾ വരാൻ ലേറ്റ് ആവും. പോകാം വി പി. ഗീത, നമ്മളിവിടെ വന്നിട്ട് കുറച്ചധികം നേരമായി. അപ്പുവിന്റെ വിവാഹത്തെക്കുറിച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഈ സമയത്തിനുള്ളിൽ ഞാൻ പലവട്ടം അതിനെക്കുറിച്ച് ചോദിച്ചു. അപ്പോഴൊന്നും താൻ അതിനോട് പ്രതികരിച്ചില്ല. ഇത്രയേറെ സസ്പെൻസ് ഇടാൻ മാത്രം അപ്പുവിന്റെ കാര്യത്തിൽ എന്താ സംഭവിച്ചത്? പറയൂ ഗീത, എന്താണെങ്കിലും എന്നോട് തുറന്നു പറയൂ. ഞാൻ പറയാം. ബി പിയോട് അതെങ്ങനെ പ്രസന്റ് ചെയ്യണമെന്ന് ഇപ്പോഴും എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. പക്ഷേ ഇനി അത് പറയാതിരിക്കുന്നതുകൊണ്ട് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് ബി പി സമചിത്തതയോടെ കേൾക്കണം. ഇതൊരു റെസ്റ്റോറൻ്റ് ആണ്. ഇവിടെ നമ്മൾ മാന്യമായിട്ടാണ് പെരുമാറേണ്ടതെന്ന് ഓർക്കണം. താനെന്തിനാ അങ്ങനെ കാടും പടപ്പും തല്ലുന്നത്? അതൊക്കെ എനിക്കറിയാവുന്ന കാര്യമാണ്. ഗീത, അപ്പുന് ആരുമായിട്ടാണ് അഫയർ? അപ്പോ ഒരു കുട്ടിയെ സ്നേഹിക്കുന്നു. ആതിര എന്ന അവളുടെ പേര്. ആതിര? ആ കുട്ടിയെ അപ്പുന് എങ്ങനെയാ പരിചയം? എവിടെ വെച്ച്? പോട്ടെ, എനിക്ക് ആ കുട്ടിയെ അറിയോ? വി പി കണ്ടിട്ടുണ്ട്. നമ്മുടെ വീട്ടിലും വന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഇപ്പൊ വി പിയുടെ ഓർമ്മയിലില്ല. ഒരു സമയത്ത് അപ്പുവിനേക്കാൾ സ്വന്തം മോളെ പോലെ വി പി ആ കുട്ടിയെ സ്നേഹിച്ചിരുന്നു. ആ കുട്ടിയും നമ്മളുമായിട്ട് എങ്ങനെ ബന്ധം? വി പിയുടെ കേസ് നടത്തിയില്ലേ അഡ്വക്കേറ്റ് നന്ദകുമാർ? ആതിര നന്ദന്റെ സിസ്റ്ററാണ്. ഓ, ഇപ്പൊ എനിക്ക് റൂട്ട് മനസ്സിലായി. കേസിന്റെ കാര്യവുമായി അപ്പുവാണ് ഓടി നടന്നതെന്ന് താൻ പറഞ്ഞ എനിക്കറിയാം. ആ ഓട്ടപ്പാച്ചലിനിടയിൽ ഈ കുട്ടിയുമായി ഉണ്ടായ ഒരു അഫയർ അല്ലേ? അതെ. അപ്പൊ വെറുതെ അല്ല
അഡ്വക്കേറ്റ് നന്ദകുമാറിന് നമ്മുടെ ഫാമിലിയിൽ ഇത്രയേറെ പ്രാധാന്യം താൻ കൊടുത്തത്. ആട്ടെ, നന്ദൻ അറിയാമോ ഈ കാര്യം? അറിയാം. അപ്പൊ ഞാനൊന്നും അറിഞ്ഞില്ലെന്നേ ഉള്ളൂ. രണ്ട് വീട്ടുകാരും തമ്മിൽ ഇങ്ങനൊരു അലയൻസ് നേരത്തെ വാക്കുറപ്പിച്ച് വച്ചിരിക്കുകയായിരുന്നു. അല്ല, ഞാനായിട്ട് നന്ദനോട് അങ്ങനെ ഒരു ഉറപ്പ് പോലും പറഞ്ഞിരുന്നോ? ഇല്ല. അപ്പു അതിനും തമ്മിലുള്ള റിലേഷനെ കുറിച്ച് ഇപ്പോൾ ഞാൻ ഈ പറയുന്നത് വരെ VPക്ക് അറിയില്ലായിരുന്നു. പിന്നെ ഞാനെങ്ങനെ ആ കുട്ടിയുമായി? അപ്പുവിനെ വല്ലാതെ വെറുത്ത് നടന്നിരുന്നൊരു കാലമുണ്ടായിരുന്നു VPക്ക്. ആ സമയത്താണ് നന്ദൻ ആതിരയും കൂട്ടി ഒരു ദിവസം വീട്ടിൽ വന്നത്. ആതിരയെ കണ്ട ആ നിമിഷം മുതൽ VPക്ക് അവൾ മകളായി. അവളെ കുറച്ച് ദിവസം ഒപ്പം നിർത്തണമെന്ന് VP തന്നെയാണ് നന്ദനോട് ശുപാർശ ചെയ്തത്. VPയുടെ സന്തോഷത്തിനു വേണ്ടി നന്ദന അപേക്ഷ സ്വീകരിക്കുകയായിരുന്നു. അപ്പൊ ആ സമയത്തായിരിക്കും അപ്പു ആ കുട്ടിയുമായി കൂടുതൽ അടുത്തത്. അല്ല, അപ്പുവിന്റെ കാര്യം അറിഞ്ഞിട്ട് തന്നെയാണോ ആതിര അതിന് തയ്യാറായത്? നന്ദന ഈ ബന്ധത്തോടുള്ള ആറ്റിറ്റ്യൂഡ് എങ്ങനെയായിരുന്നു? വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് നന്ദൻ അതിനെ എടുത്തത്. അപ്പുവിന്റെ കാര്യം അറിഞ്ഞിട്ടും സ്വന്തം സഹോദരിയുമായി അങ്ങനെ ഒരു അഫയർ ഉണ്ടായതിൽ നന്ദൻ എതിർപ്പൊന്നും പ്രകടിപ്പിച്ചില്ലേ? ഇല്ല. വൈ? എന്തുകൊണ്ട്? എല്ലാത്തിനും ഉപരി നന്ദന് അനിയത്തിയുടെ ഇഷ്ടമായിരുന്നു വലുത്. ഓ, ഗ്രേറ്റ്. അയാൾ ഇത്രയ്ക്ക് വലിയ മനുഷ്യനാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ആക്ച്വലി ഇതിലിത്ര ഒളിക്കാൻ എന്താ ഗീത? എനിക്കിപ്പോഴും അത് മനസ്സിലാവുന്നില്ല. നന്ദന് പ്രശ്നമില്ലെങ്കിൽ പിന്നെ എന്തിനാ താനിത് തുറന്നു പറയാൻ ഇത്രയും നെർവസ് ആയത്? കേട്ടിടത്തോളം ഇതൊരു നല്ല അലയൻസ് ആണല്ലോ. പിന്നെ എന്തിനാ താനും ഒപ്പൊക്കെ ഇത് ഇത്ര സസ്പെൻസ് ആക്കി വെച്ചത്? VP, ആതിര നല്ല കുട്ടിയാണ്. നന്ദന്റെ ഒരേ ഒരു കൂടപ്പിറപ്പുമാണ്. നന്ദൻ അവക്ക് വേണ്ടിയാ ജീവിക്കുന്നത് പോലും. ഒക്കെ ശരിയാണ്. പക്ഷെ ആതിര ഒരു ട്രാൻസ്ഫോമനാ. എന്താ ഞാനെന്താ പറഞ്ഞ്? ആതിര ആരാണെന്ന് പറഞ്ഞ്? അതെ, അപ്പുവിനെ പോലെ ആതിര ഒരു ട്രാൻസ്ജെൻഡറാ, ഒരു ട്രാൻസ്ഫോമൻ. ഇല്ല, ഞാൻ അനുവദിക്കില്ല. ഇത് നടക്കില്ല. VP, ഞാൻ പറഞ്ഞു, ഇതൊരു റെസ്റ്റോറന്റാ. സോ വാട്ട്? അപ്പൊ താനും ഒപ്പം കൂടി ഇത്രയും വളച്ചു കെട്ടിക്കൊണ്ടുവന്നത് ഇത് പറയാനാണല്ലേ? കൊള്ളാം, നല്ല ബന്ധം. അപ്പൂനെ ഞാൻ അംഗീകരിക്കും, ഗതികേട് കൊണ്ട്, എന്റെ ചോരയായി പോയതുകൊണ്ട്. പക്ഷെ അതിനൊപ്പം ഞാൻ ഒരെണ്ണത്തെ കൂടി എന്റെ കുടുംബത്തിൽ കെട്ടിവെക്കാൻ നോക്കരുത് ഗീത. താൻ അതിന് കൂട്ടു നിൽക്കരുത്, മനസ്സിലായല്ലോ? അതെ, അപ്പുവിനെ പോലെ ആതിര ഒരു ട്രാൻസ്ജെൻഡറാ, ഒരു ട്രാൻസ്ഫോമൻ. അതെ, അപ്പുവിനെ പോലെ ആതിര ഒരു ട്രാൻസ്ജെൻഡറാ,
ഒരു ട്രാൻസ്ഫോമൻ. VP ഇതുവരെ കണ്ടില്ലല്ലോ അമ്മ. ഇനിയിപ്പോ അന്നത്തെ പോലെ വല്ല നാടുവിടൽ നാടകവും കളിക്കോ? എനിക്കറിയില്ല അപ്പു. എന്തായാലും ഞാൻ പറയാനുള്ളത് പറഞ്ഞു. VP അവിടെ വെച്ച് പറ്റില്ലെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനിയൊരു റീതിങ്കിങ് ഉണ്ടാവും തോന്നുന്നില്ല, അല്ലേ അമ്മ? VP പ്രപ്പോസലിന് എഗെയിൻസ്റ്റ് ആണെന്ന് നമുക്ക് ഉറപ്പിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ നന്ദനോട് എന്ത് പറയൂ അപ്പു? നന്ദൻ സാറിനോട് എന്ത് പറയാൻ? സാറിന് സൗകര്യമുള്ള ദിവസം ഡേറ്റ് ഫിക്സ് ചെയ്യാൻ പറയും. അന്ന് എൻ്റെ മാതിരിയുടെ എൻഗേജ്മെന്റ്. അതിനപ്പുറം വേറെ തീരുമാനമൊന്നും ഈ കാര്യത്തിലില്ല. നടക്കാൻ പോകുന്ന കാര്യമല്ലേ ഞാൻ പറഞ്ഞത്. VPക്ക് വേണമെങ്കിൽ സഹകരിക്കാം, അല്ലെങ്കിൽ നിസ്സഹകരിക്കാം. പക്ഷേ ആതിരയുടെയും എൻ്റെയും എൻഗേജ്മെന്റ് നിശ്ചയിച്ച ദിവസം തന്നെ നടന്നിരിക്കും. VP ഒന്നേ, അമ്മ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് VP ആലോചിച്ചോ? ഇത് എൻ്റെ മാത്രം കാര്യമല്ല, 4 പേരുടെ ജീവിത പ്രശ്നവും. ഞാനൊരു വാക്ക് പറഞ്ഞിട്ടേ നന്ദൻ സാറ് തൻ്റെയും വിവാഹം ഉറപ്പിക്കും. അതുകൊണ്ട് ഒരുപാടൊന്നും വെയിറ്റ് ചെയ്യാൻ എനിക്ക് പറ്റില്ല. VP എത്രയും പെട്ടെന്ന് ഒരു മറുപടി പറയണം. ഇന്ന് പെട്ടെന്നൊരു മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. VP നന്നായിട്ട് ആലോചിക്ക്. എന്നിട്ട് എനിക്ക് നാളെ ഒരു മറുപടി തന്നാൽ മതി. അതറിഞ്ഞിട്ട് വേണം എനിക്ക് നന്ദൻ സാറിനെ കാണാൻ. VP, അപ്പു നേരത്തെ ആ കുട്ടി... പ്ലീസ്, എനിക്ക് കേൾക്കണ്ട. അപ്പു പറഞ്ഞു കേട്ടില്ലേ, ഒരു ആൻസർ നാളെ അപ്പു പ്രതീക്ഷിക്കുന്നുള്ളൂ. എന്റെ തീരുമാനം എന്താണെന്ന് നാളെ ഞാൻ രണ്ടുപേരോടും പറയാം. അതുവരെ ഇതേക്കുറിച്ച് എന്നോട് സംസാരിക്കണ്ട, മനസ്സിലായല്ലോ? അപ്പു കിടന്നോ? അറിയില്ല, റൂമിലേക്ക് പോയി. ഒരു മനുഷ്യന് മനസ്സിന് സുഖമില്ലായ്മയും മറവി രോഗമൊക്കെ വരുന്നത് ലോകത്തിൽ ആദ്യത്തെ സംഭവം ഒന്നല്ല ഗീത. പക്ഷെ അതിന്റെ മറവിൽ താനും ഒപ്പം കൂടി ചേർന്ന് എന്തൊക്കെ കമ്മിറ്റ്മെന്റ്സാ വരുത്തി വച്ചിരിക്കുന്നത്. എന്തുദ്ദേശിച്ചാ
അപ്പോഴും താൻ ഇങ്ങനെ റിലേഷനിൽ കൊണ്ടുപോയി അറ്റാച്ച് ചെയ്യിച്ച്? വി പി, കാര്യം അറിയാതെ വി പി സംസാരിക്കുന്നേ. അവർ തമ്മിലുള്ള റിലേഷൻ ഞാനോ നന്ദനോ ഇനിഷ്യേറ്റീവ് എടുത്തുണ്ടായതൊന്നും അല്ല. സ്വാഭാവികമായും അവർ തമ്മിലുള്ള സൗഹൃദം ഇങ്ങനെ റിലേഷൻഷിപ്പിലേക്ക് വളർന്നതാ. എന്ത് സൗഹൃദം? എന്ത് റിലേഷൻ? സ്വന്തം കമ്മ്യൂണിറ്റിയിലുള്ള ഒരു കുട്ടിയോട് തോന്നിയ സൗഹൃദം എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ അത് വളർന്ന ഒരു റിലേഷനിലേക്ക് എത്തിയത് നിങ്ങളുടെ രണ്ടുപേരുടെയും സമ്മതമില്ലാതാണെന്ന് പറഞ്ഞാൽ സോറി, അത് വിശ്വസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. എന്താ, തനിക്കൊന്നും പറയാനില്ലേ? അങ്ങനൊരു നിഗമനത്തിലാണ് വി പി എത്തിച്ചേർന്നിരിക്കുന്നതെങ്കിൽ ഞാൻ പിന്നെ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. എന്തൊരു ഗതികെട്ട ജീവിതം ഇത്. ഒന്നുണ്ടായത് ഇങ്ങനെ ആയതിന്റെ വേദനയും അപമാനവും ഒന്ന് ടോളറേറ്റ് ചെയ്ത് വരികയായിരുന്നു ഞാൻ. അതിന്റെ കൂടി ഇനിയും ഇങ്ങനൊരു ബന്ധത്തിന് വേണ്ടിയാണോ അപ്പോൾ എൻ്റെ ഇഷ്ടങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും കൂട്ടുനിന്ന്? അതെ അതെ, അതിനു വേണ്ടി തന്നെയായിരിക്കും. ഇപ്പോഴാണ് എനിക്കതിൻ്റെയൊക്കെ അർത്ഥം മനസ്സിലായത്. ഒന്ന് ഞാൻ ഇവിടെ ഉറപ്പു തരുന്നു. കുഞ്ഞിനെ ദത്തെടുക്കാനുള്ള എൻ്റെ ഇഷ്ടവും ആഗ്രഹമൊക്കെ ഞാൻ മറക്കാനും മാറ്റിവെക്കാനും ഒക്കെ തയ്യാറാ. പക്ഷെ അപ്പോ ഈ റിലേഷനിൽ നിന്ന് പിന്മാറിയേ പറ്റൂ. സോറി വി പി. വി പി എന്തറിഞ്ഞിട്ടായി സംസാരിക്കുന്നത്? വി പിക്ക് ഭാവിയിൽ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവുമെന്നോ അത് വെച്ച് വിലപേശാന്ന് വിചാരിച്ചിട്ടോ അല്ല അപ്പോ ആ കുട്ടി തമ്മിൽ അടുപ്പത്തിലായത്. അതാദ്യം ഒന്ന് മനസ്സിലാക്ക്. പിന്നെന്തിനാ ബാലിശമായി ഇങ്ങനത്തെ കണ്ടീഷൻസ് വെക്കുന്നത്? ഇനിയിപ്പോ വി പി കുഞ്ഞിനെ ദത്തെടുത്താലും ഇല്ലെങ്കിലും അപ്പോ ഈ തീരുമാനത്തിൽ നിന്ന് പിന്മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വി പി ഇപ്പൊ ഒന്നും ആലോചിക്കണ്ട, സമാധാനത്തോടെ കിടന്നുറങ്ങ്. ചൈൽഡ് വെൽഫെയർ സെന്ററിൽ നിന്ന് വിളിച്ചിരുന്നു. നാളെ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിരിക്കുക. മാളു, പോയി ജോബിനെ അമ്മച്ചിയും കഴിക്കാൻ വിളിക്ക. അവൻ റെഡിയായോ? ആയെന്ന് തോന്നുന്നു. ന്യൂസ് പേപ്പറിന്റെ മുന്നിൽ നിന്ന് ഓടിച്ചു വിട്ടിട്ടാ ഞാൻ വന്നത്. ഇന്ന് എന്നതാടി കൊച്ചെ കാപ്പിക്ക്? ചപ്പാത്തിയും വെജിറ്റബിൾ കറിയോ അമ്മച്ചി. ഡേയ്സമ്മയ്ക്ക് എന്നും ഈ ഉണക്ക ചപ്പാത്തിയും പച്ചക്കറിയൊക്കെ ഉള്ളോ? വല്ലപ്പോഴും ഒക്കെ വല്ല വെള്ളയപ്പോ മുട്ടക്കറിയോ കോഴിക്കറിയോ ഒക്കെ വെച്ചൂടെ? എന്തിനാ ഈ ദാരിദ്ര്യം? അതിന് അപ്പവും ചിക്കൻ സ്റ്റൂവും മെനഞ്ഞ നല്ല കഴിച്ചേ. മിന്നാന്ന് വെച്ചാ എന്നാ ഇന്നത് തൊണ്ടേന്ന് ഇറങ്ങത്തില്ലയോ? എനിക്ക് അന്നേ പച്ചക്കറി കൂട്ടി മടുത്തു. ഉച്ചയ്ക്ക് ഇത്തിരി ഒലർത്തിയതോ പെരട്ടിയതോ ഇല്ലാതെ എങ്ങനാ കൊച്ചേ നമ്മളെ പോലുള്ള സത്യക്രിസ്ത്യാനികൾക്ക് ഇമ്മണി ചോറുണ്ണാൻ പറ്റുന്നേ? എപ്പോഴും ഇങ്ങനെ ഒലത്തിയതും ഫ്രൈയും ഒക്കെ കഴിച്ചിട്ടാ അമ്മച്ചിക്ക് ഷുഗറും കൊളസ്ട്രോളും ഇങ്ങനെ നല്ലതുപോലെ കൂടിയിരിക്കുന്നത്. മിനിഞ്ഞാന്ന് ജോബിൻ ചെക്ക് ചെയ്തപ്പോ ഷുഗർ 300 മേളിലാ ഉള്ളത്. ഓ, പ്രായം ഇത്ര ആയില്ലയോടി. ഇനിയിപ്പോ ഇതൊക്കെ ആര് നോക്കാനാ? എപ്പോഴായാലും മണ്ണ് തിന്നാനുള്ള തടിയല്ലയോ. ആഹാരം ആസ്വദിച്ച് കഴിക്കണം. അടുത്ത നേരം തിന്നാൻ പറ്റിയെങ്കില് തിന്നെന്ന് പറയാനൊക്കൂ. അമ്മച്ചി വിഷമിക്കണ്ട. ഇന്ന് അമ്മച്ചിക്ക് ഏറ്റവും ഇഷ്ടമുള്ള അപ്പവും മുട്ടക്കറിയുവാ. ഇവള് വെറുതെ അമ്മച്ചിയെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ. ആരാ ഈ നേരത്ത്? വല്ല കൊറിയറും ആയിരിക്കും. ഒന്ന് നോക്കുമോളെ. ഓ ഗോഡ്, അലീന ഡോക്ടറോ? എന്താ ഇവിടെ? ഞാൻ ഡോക്ടർ ജോബിനെ ഒന്ന് കാണാൻ വന്നതാ. ആളില്ലേ ഇവിടെ? ഉണ്ട്, വരൂ ഡോക്ടർ. ആന്റി, ആന്റി, ഡോക്ടർ ഇരിക്ക്. ആരാ മാളു? ഒരു ഗസ്റ്റ് ഉണ്ട് ആന്റി. ദാ വരുന്നു മോളെ. ആന്റി, ഇത് ഡോക്ടർ അലീന. ഡോക്ടറുടെ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. അന്ന് സ്റ്റെല്ല മാഡത്തിന് പകരം എന്നെ നോക്കിയത് അലീന ഡോക്ടർ ആയിരുന്നു. ഇരിക്കെ. ഡോക്ടർ, ഇത് ജോബിൻ ഡോക്ടറുടെ മമ്മി. ഇത് ഡോക്ടറുടെ വല്യമ്മച്ചി. ഞാൻ ത്രേസ്യാമ്മ, ജോക്കുട്ടന്റെ പപ്പയുടെ അമ്മച്ചിയുടെ അനിയത്തി.
അലക്സിക്ക് ഞാൻ സ്വന്തം അമ്മച്ചിയെ പോലെ തന്നെ ആയിരുന്നു. മോളുടെ പേരെന്നതാന്നാ പറഞ്ഞേ? അലീന. ആ, അലീനാന്ന് മാത്രമേ ഉള്ളോ അതോ? അലീന ആന്റണി. ആഹാ, അപ്പൊ നമ്മുടെ കൂട്ടത്തിൽ പെട്ടതാ.